സ്വാമി ശരണമയ്യപ്പ. സ്വാമിയുടെ പൂങ്കാവനമേ ശരണമയ്യപ്പ. എല്ലാ സ്വാമിമാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ എങ്ങനെയാണ് ശബരിമല ദർശനത്തിന് വേണ്ടി യാത്ര ചെയ്യേണ്ടത് എന്ന് നമുക്ക് ചിന്തിക്കാം. സാധാരണ യാത്രകൾ 2-3 തരത്തിലുണ്ട്. ജോലി സ്ഥലത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ആ സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ ഒരു പ്രത്യേക രീതിയിലാണ്. പിന്നെ നമുക്ക് വിനോദസഞ്ചാരത്തിന് വേണ്ടി യാത്ര ചെയ്യാം. വിനോദസഞ്ചാരത്തിന് വേണ്ടി പുറപ്പെടുന്ന സമയത്തുള്ള മാനസികാവസ്ഥ മറ്റൊന്നാണ്. പഠനയാത്രകൾ നടത്താം. ആ സമയത്തൊരു വിദ്യാർത്ഥിയുടെ മനോഭാവമാണ് നമുക്കുണ്ടാകുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ശബരിമല യാത്ര ഒരു തീർത്ഥാടനമാണ്. തീർത്ഥാടനവും വിനോദസഞ്ചാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. വിനോദസഞ്ചാരത്തിന് പോകുന്ന സമയത്ത് നമ്മുടെ സ്വന്തം സുഖത്തിന് വേണ്ടിയുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൊണ്ടുപോകും. എല്ലാ കാര്യങ്ങളും എടുക്കും. കാരണം അത് സുഖകരമാവണമെങ്കിൽ എല്ലാ ഭൗതികമായ സാഹചര്യങ്ങളും വേണം. നാം പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തെത്തുന്ന സമയത്ത് അത് ആസ്വദിച്ച് നമുക്ക് സുഖം ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു വസ്തുവാണ് അവിടെയുള്ളത്, ഒരു ഭൂപ്രദേശമാണ് അവിടെയുള്ളത് എന്ന മനോഭാവത്തോടെ നമ്മൾ സമീപിക്കുന്നത്. അവിടെ നാം തിരിച്ചു പോകുന്ന സമയത്ത് അടുത്ത ആര് വരുന്നു, തൊട്ട് പുറകിൽ വരുന്ന ആളുകളാര്, അവരുടെ സൗകര്യങ്ങൾ നമ്മൾ ചിന്തിക്കാറില്ല. മാത്രമല്ല അത് അടുത്ത തലമുറ നിലനിൽക്കുന്ന കാലത്തോളം അത് നിൽക്കണം എന്ന മനോഭാവം പൊതുവെ നമുക്കില്ല. തീർത്ഥാടനം തികച്ചും വ്യത്യസ്തമായ ഒരു മനോഭാവത്തോടാണ് സമീപിക്കുന്നത്. വിനോദയാത്രകൾ ആസ്വദിക്കുക എന്ന മനോഭാവത്തോടു കൂടിയാണെങ്കിൽ തീർത്ഥാടനം ആരാധനാ മനോഭാവത്തോടു കൂടിയാണ് നാം സമീപിക്കുന്നത്. വളരെ പവിത്രമായിരിക്കുന്ന പൂങ്കാവനം, സ്വാമി അയ്യപ്പൻ്റെ സംരക്ഷണത്തിലുള്ള പൂങ്കാവനം, അദ്ദേഹത്തിൻ്റെ ചൈതന്യം വിളയാടുന്ന പൂങ്കാവനം, അവിടെ നാം സമീപിക്കുന്ന സമയത്ത് ഒരു തീർത്ഥാടകൻ്റെ മനോഭാവം നമുക്ക് വേണം. ലാളിത്യം വേണം. അതേപോലെ തന്നെ ആരാധനാ മനോഭാവം വേണം. ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോകുന്ന സമയത്ത് ആരാധനാ മനോഭാവത്തോടു കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ശബരിമലയിൽ സന്ദർശിക്കുന്ന സമയത്ത് ആ പൂങ്കാവനം അയ്യപ്പൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതാണ്. തികഞ്ഞ ആരാധനാ മനോഭാവത്തോടു കൂടി ഒരു പാഴ്വസ്തുക്കളും അവിടെ നിക്ഷേപിക്കാൻ നമുക്ക് തിരിച്ചു വരണം. നെയ്ത്തേങ്ങയും അതുപോലെ അത്യാവശ്യം കാര്യങ്ങൾ മാത്രം നമുക്ക് കയ്യിൽ കരുതിയാൽ മതി. പ്ലാസ്റ്റിക് വസ്തുക്കൾ, അനാവശ്യമായ പനിനീര് പോലുള്ള കുപ്പികൾ. ഇന്നത്തെ കർപ്പൂരം എന്ന് പറയുന്നത് മാലിന്യമാണ്. അതൊരു പെട്രോളിയം ഉൽപ്പന്നമാണ്. അത് കത്തിയാൽ മാലിന്യമായ അന്തരീക്ഷം ഉണ്ടാകുന്നത്. അതുപോലെ അനാവശ്യമായ വസ്തുക്കൾ മുഴുവൻ ഒഴിവാക്കിയിട്ട് വളരെ കുറച്ച് വസ്തുക്കൾ മാത്രം എടുത്തു പോകണം. ലഘുവായ ഒരു യാത്രാ പദ്ധതിയായിരിക്കണം അത്. ഒരു വ്രതം എന്ന് പറയുന്നത് സുഖകരമായി ജീവിക്കാനല്ല, സാഹചര്യത്തിനനുസരിച്ച് ആ സാഹചര്യം എന്താണോ അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പാഴ്വസ്തുക്കളും ബാക്കി വരാത്ത രീതിയിൽ നമ്മൾ പോകണം. ഒരു വസ്തു അവിടെ നിക്ഷേപിക്കരുത്. എന്നിട്ട് അത് അടുത്ത വർഷം നമുക്ക് വരാൻ വേണ്ടിയിട്ട് പരിശുദ്ധമായി സൂക്ഷിക്കണം. മാത്രമല്ല എത്രയോ നൂറ്റാണ്ടുകളായിട്ട് അതവിടെ നിൽക്കുന്നു. നമ്മുടെ പൂർവികന്മാർ വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിച്ച് പരിപാലിച്ചതാണത്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി അത് നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് ആ മനോഭാവത്തോടുകൂടി, ഒരു തീർത്ഥാടകൻ്റെ മനോഭാവത്തോടു കൂടിയായിരിക്കണം നമ്മൾ ഇനി മുതൽ ശബരിമലയ്ക്ക് പോകുന്നത്. ഒരു തരത്തിലുള്ള പാഴ്വസ്തുക്കൾ നമ്മൾ കൈവശം കരുതാൻ പാടില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് അവിടെ നിക്ഷേപിക്കുക. തിരിച്ച് നമ്മുടെ ഗൃഹത്തിലേക്ക് വരുമ്പോൾ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. ഇത് ഓരോ അയ്യപ്പ സ്വാമിയുടെയും ഓരോ സ്വാമി ഭക്തൻ്റെയും കൃത്യമായിരിക്കുന്ന ധർമ്മമാണ്. ഇതിനെപ്പറ്റി നമുക്ക് ബോധം വേണം. നാം തീർത്ഥാടനമാണ് ചെയ്യുന്നതെന്ന ബോധത്തോടു കൂടി നമുക്ക് ഈ പ്രാവശ്യം അയ്യപ്പനെ ദർശിക്കാം. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് ദർശിക്കാം. സ്വാമിയേ ശരണമയ്യപ്പ.